ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 7ാമത്തെ യൂണിറ്റ് ഡെസിമൽ ഫോംസ് കഴിഞ്ഞ ക്ലാസ്സിൽ വൈൻഡപ്പ് ചെയ്തു. അതിൽ 2-3 പ്രോബ്ലംസ് നമ്മൾ ഹോംവർക്ക് തന്നിരുന്നു അല്ലേ? അപ്പോൾ ആ ഹോംവർക്കിന്റെ ആൻസേഴ്സ് നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യാം. ഏതായിരുന്നു തന്നിരുന്നത്? പേജ് നമ്പർ 121. അതായത് ലാസ്റ്റ് എക്സസൈസ് കേട്ടോ. അപ്പോൾ പേജ് നമ്പർ ചിലപ്പോൾ 2 വോള്യൂം ആക്കിയതോ ഈ വർഷം. അപ്പൊ ആ പേജ് നമ്പർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുന്ന ടീച്ചർ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ലാസ്റ്റ് എക്സസൈസ് ആണ്. അതിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഉണ്ടായിരുന്നു. എന്താണ് ചോദ്യമായിരുന്നത്? റൈറ്റ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ് ബിലോ ഇൻ ഡെസിമൽ ഫോം. താഴെ തന്നിരിക്കുന്നവയെ ദശാംശ രൂപത്തിൽ ഉത്തരം കണ്ടെത്തുക എന്നായിരുന്നു ചോദ്യം. അതിലെ എ ക്വസ്റ്റ്യൻ 3 liters of milk is used to fill 8 identical bottles. How much does each bottle contain? എന്താണ് ചോദ്യത്തിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു തന്നിരുന്നു. 3 ലിറ്റർ പാല് ഒരേ വലുപ്പമുള്ള ഒരേ വലുപ്പമുള്ള 8 ബോട്ടിലുകളിൽ കുപ്പികളിൽ ആക്കിയാൽ ഓരോ കുപ്പിയിലും ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന മിൽക്ക് പാലിന്റെ അളവ് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഫ്രാക്ഷൻ ഫോം ടീച്ചർ അപ്പൊ സ്റ്റെപ്സ് ഒക്കെ എഴുതണം. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്, നമ്പർ ഓഫ് ബോട്ടിൽസ്, അതൊക്കെ എഴുതണം കേട്ടോ. സ്റ്റെപ്പ് എഴുതണം. ടീച്ചർ ആൻസർ മാത്രമേ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളൂ. അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ, ഒരു ബോട്ടിലുള്ള പാലിന്റെ അളവ് എന്ന് പറയുന്നത് 3/8 ലിറ്റർ എന്ന 3/8 ഭാഗമായിരിക്കും, അല്ലെങ്കിൽ 3/8 ലിറ്റർ ആണ് ഒരു കുപ്പിയിൽ ഉള്ള പാലിന്റെ അളവ്. അപ്പൊ 3/8 അതെങ്ങനെ കിട്ടി? മൊത്തമുള്ള പാലിന്റെ അളവ് ന്യൂമറേറ്റർ ആയിട്ടും നമ്മൾ ഫ്രാക്ഷൻ ലെസൺ 3ാമത്തെ ലെസൺ പഠിച്ചപ്പോൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്, ഭാഗം, മടങ്ങ്, അതൊക്കെ ഏത് രീതിയിലാണ് എഴുതുക എന്നുള്ളത് പറഞ്ഞു തന്നിരുന്നു. അപ്പൊ മൊത്തമുള്ള പാലിന്റെ അളവ് ന്യൂമറേറ്റർ ആയിട്ടും എത്ര പേർക്ക് അല്ലെങ്കിൽ എത്ര ബോട്ടിലുകളിലായിട്ട്, എത്ര സഞ്ചികളിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുന്നു, ആ നമ്പർ ഡിനോമിനേറ്ററുമായിട്ടാണ് എഴുതുക. അപ്പൊ 3/8 ലിറ്റർ എന്ന് അങ്ങനെ ആൻസർ കിട്ടി. പക്ഷെ നമുക്ക് ഫ്രാക്ഷൻ ഫോമിലല്ല ആൻസർ കൊടുക്കേണ്ടത്, ഡെസിമൽ ഫോമിലാണ് ആൻസർ കൊടുക്കേണ്ടത്. അപ്പൊ 3/8 എന്നുള്ള ഫ്രാക്ഷനെ നമുക്ക് ഡെസിമൽ ആക്കി മാറ്റണം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഡിനോമിനേറ്റർ നമുക്ക് ഡെസിമൽ ആക്കണമെങ്കിൽ, ആ തന്നിരിക്കുന്ന ഫ്രാക്ഷനെ ഡെസിമൽ ആക്കണമെങ്കിൽ ഡിനോമിനേറ്റർ 10, 100, 1000, 10,000 അങ്ങനെയുള്ള റൗണ്ട് ഫിഗേഴ്സ് ആക്കിയിട്ട് മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 3/8 8 എന്നുള്ള ടേബിളിൽ, 8ന്റെ ടേബിളിൽ 8നെ 10 ആക്കാൻ സാധിക്കുമോ? അതായത് 8ന്റെ ഗുണന പട്ടികയിൽ 10 ഉണ്ടോ, 10 ഉണ്ടോ? അപ്പൊ അതില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. 100 ഉണ്ടോ എന്ന് നോക്കി. 100 ഉണ്ടോ എന്ന് നോക്കാൻ എന്താ ചെയ്യുക? 8ന്റെ ഗുണന പട്ടികയിൽ 100 ഉണ്ടോ നോക്കാൻ 100നെ 8 കൊണ്ട് ഹരിച്ചു നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. റിമൈൻഡർ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്താണ്? 8ന്റെ ഗുണന പട്ടികയിൽ 100 വരുന്നില്ല, 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നില്ല. അപ്പൊ പിന്നത്തെ റൗണ്ട് ഫിഗർ പിന്നെ ഏത് നമ്പർ ആക്കാനാണ് എന്റെ എയും? 1000 ഉണ്ടോ എന്ന് നോക്കണം. 1000 ഉണ്ടോ നോക്കാൻ എന്താ ചെയ്യുക? 8നെ ഓരോ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി സമയം കളയുന്നതിന് പകരം 1000നെ 8 കൊണ്ട് ഹരിച്ചു നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഏതാണ് സംഖ്യ, കോഷ്യന്റ് ഏതാ കിട്ടിയത് എങ്കിൽ ആ സംഖ്യയെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ ഈക്വലന്റ് ഫ്രാക്ഷൻ ഒക്കെ ആ ഫ്രാക്ഷൻ ലെസണിൽ പഠിച്ചപ്പോൾ പറഞ്ഞു, ഒരു സംഖ്യയെ താഴെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, ന്യൂമറേറ്ററിനെയും, ഒരു ഫ്രാക്ഷനെ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ രീതിയിൽ നമ്മൾ എന്ത് ഓപ്പറേഷൻ ആണോ ചെയ്യുന്നത് അത് ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 375 എന്നുള്ള ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ 1000 കിട്ടി. അപ്പൊ 3 0 ന്യൂമറേറ്ററിൽ വലത്തുനിന്ന് ഇടത്തോട്ട് 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടു. സോ വി ഗോട്ട് ഇറ്റ് ആൻസർ 0.375. അടുത്തത് ബി ക്വസ്റ്റ്യൻ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ്? എ 17 meter long string is cut into 25 equal parts. What's the length of each part? 17 മീറ്റർ നീളമുള്ള ഒരു ചരടിനെ 25 തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചാൽ അതിലൊരു കഷ്ണത്തിന്റെ, ഒരു ഭാഗത്തിന്റെ നീളം എത്രയാണ്? ഫ്രാക്ഷൻ ഫോം എന്താ വരിക? അത് ശരിയായാലേ നമുക്കത് പിന്നെ ഡെസിമൽ ആക്കാൻ സാധിക്കുള്ളൂ. എത്രയാ വരിക? 17/25. അപ്പൊ ഫ്രാക്ഷൻ ഫോമിനെ ഡെസിമൽ ആക്കാൻ
25 എന്താക്കാൻ പറ്റും 100 ആക്കാൻ പറ്റുമോ നോക്കിയപ്പോൾ നമുക്ക് ഇത് നോക്കിയപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സാധിക്കും. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 68/100. സോ ഡെസിമൽ ഫോം 0.68. അതേപോലെ സി ക്വസ്റ്റ്യൻ 19 kilograms of rice is divided among 20 people. 19 കിലോഗ്രാം അരി എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാനത് 20 ആൾക്കാർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു എങ്കിൽ ഒരാൾക്ക് കിട്ടുന്ന അരിയുടെ അളവ് എത്ര? അപ്പോൾ ഫ്രാക്ഷൻ ഫോം നമുക്ക് കിട്ടി 19/20. 20 എന്താക്കി മാറ്റാം? 10 ആക്കാൻ സാധിക്കില്ല എന്ന് തീർച്ചയാണ്. അപ്പൊ എന്താ പിന്നത്തെ 100 ആക്കാൻ പറ്റുമോ നോക്കിയപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടുന്നു. സോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 95/100 കിട്ടി. 0.95 ആണ് ഡെസിമൽ ഫോം കിട്ടുന്നത്. അങ്ങനെ ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആൻസേഴ്സ് അല്ലേ? അപ്പൊ ആൻസർ കറക്റ്റ് ചെയ്ത് പോവാ. എന്തെങ്കിലും സ്റ്റെപ്സിന്റെ ഫോൾട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അല്ലാതെ ആൻസർ മാത്രം നേരിട്ട് കറക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ടീച്ചർ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാ. ആൻസർ മാത്രം കറക്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അത് സ്റ്റെപ്സ് എങ്ങനെയാണ് വന്നത് അതേ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അത് ഏത് പാർട്ടാണ് നിങ്ങളുടെ തെറ്റെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് അപ്പൊ തന്നെ പോവാട്ടോ. നെക്സ്റ്റ് നമുക്ക് ഹോംവർക്ക് തന്നിരുന്നത് നെക്സ്റ്റ് പേജിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഹോംവർക്ക് ഉണ്ടായിരുന്നത്. എന്ത്? What is the volume of a rectangular block of length 25.5 cm, breadth 20.4 cm and height 10.8 cm? ചതുരാകൃതിയിലുള്ള ഒരു പാത്രത്തിന്റെ നീളം, വീതി, ഉയരം അതൊക്കെ ഡെസിമൽ ഫോംസിൽ നമ്പർ തന്നിരിക്കുന്നു എങ്കിൽ അതിന്റെ വോള്യം എത്ര? What's the formula for finding volume of a rectangular block or rectangle shaped anything? Length into breadth into height, L into B into H അഥവാ നീളം into വീതി into ഉയരം. So steps ഒക്കെ എഴുതുക. Length of a rectangular block, breadth of a rectangular block, height of a rectangular block. ഇതൊക്കെ സ്റ്റെപ്സ് എഴുതിയിട്ട് നമ്മൾ വോളിയം കണ്ടെത്തിയപ്പോൾ ആ 3 ഡെസിമൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് കൂടി പറയണു. നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതായത് മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കുമ്പോൾ ഡെസിമൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആദ്യം 255 × 204 എന്നുള്ളത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ കിട്ടിയ ഉത്തരത്തിന് ഒരു സംഖ്യയും കൂടി മൾട്ടിപ്ലൈ ചെയ്യാണ്ട് ആ ഉത്തരത്തിന് 108 അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വലിയൊരു സംഖ്യയാണ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ആ സംഖ്യ ആൻസർ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ചോദ്യത്തില് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സുകൾ ഉണ്ട് ചോദ്യത്തിൽ എന്ന് നോക്കുന്നത്. അപ്പൊ ആദ്യത്തില് ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുണ്ട്, ഇവിടെയും ഒരു സ്ഥാനം, ഇവിടെയും ഒരു സ്ഥാനം. അപ്പൊ 3 നമ്പറിൽ കൂടി എത്ര സ്ഥാനമുണ്ട്? 3 ഡിജിറ്റുകളാണ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയ ആൻസറിന്റെ വലത്ത് നിന്ന് ഇടത്തോട്ട്, ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് തെറ്റാണ്ടിരിക്കാനാണ് കേട്ടോ. ഇടത്ത് നിന്ന് വലത്തോട്ടല്ല, വലത്ത് നിന്ന് ഇടത്തോട്ട് കിട്ടിയ ആൻസറിന്റെ 3 ഡിജിറ്റ് കഴിഞ്ഞ് പോയിന്റ് ഇടണം. അപ്പോൾ കിട്ടിയ ഉത്തരം എന്താണ്? 5618.160. ആ 0 എഴുതിയാലും 0.16 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. യൂണിറ്റ് എഴുതേണ്ടത് ക്യൂബിക് സെന്റിമീറ്റർ എന്ന് എഴുതിയിരിക്കണം. അതുപോലെ തന്നെ 3ാമത്തെ ചോദ്യം തന്നിരുന്നു. അതിലെ 4 × 3.406 ആണ് ആദ്യം കണ്ടെത്തേണ്ടത്. 12.24 എന്നുള്ളത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടി. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4.06 എന്ന് കിട്ടി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തിരുന്നതാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹോംവർക്കിന്റെ ആൻസേഴ്സ് കിട്ടി. അപ്പൊ ഈ ലെസൺ നമ്മൾ ഏകദേശം വൈൻഡപ്പ് ചെയ്തു. നെക്സ്റ്റ് ലെസൺ നമ്മൾ ഇന്ന് തന്നെ തുടങ്ങുകയാണ്. എന്താണ് നെക്സ്റ്റ് ലെസന്റെ പേര്? 8th ലെസൺ കോണുകൾ ചേരുമ്പോൾ അഥവാ ജോയിനിങ് ആംഗിൾസ്. ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. മാച്ചോട്ടെ, ഹോംവർക്കിന്റെ ആൻസർ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ജോയിനിങ് ആംഗിൾസ് ആണ്. എന്താണ് ആംഗിൾ എന്ന് വെച്ചാൽ ഈ ലെസണിൽ തന്നെ ഫസ്റ്റ് ലെസൺ നമ്മൾ ആംഗിൾസിനെ കുറിച്ചാണ് പഠിച്ചത്. ഒരുപാട് പഠിച്ചു. ആംഗിൾസ്, വാട്ട് യു മീൻ ബൈ ആൻ ആംഗിൾ? എന്താണ് കോണ്? കോണുകൾ എന്ന് പറഞ്ഞാൽ എന്ത്? 2 lines meeting at a point an angle is formed. മറന്നു, 1ാമത്തെ ലെസൺ ഒക്കെ എടുത്തതാണ്. അത് ഡെഫിനിഷൻ എഴുതി, പക്ഷേ മറന്നുപോയി അല്ലേ? 2 വരകൾ ഒരു പോയിന്റിൽ, ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ അവിടെ കോണുകൾ ഉണ്ടാകുന്നു.
Two lines meeting at a point and angle is formed. അതൊക്കെ ഒന്നാമത്തെ ലെസണിൽ ഡെഫിനിഷൻ പഠിച്ചതാണ്. ടീച്ചർ ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ. ഇവിടെ അതല്ല, അതിനെ കുറിച്ച് കോണുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. അപ്പൊ രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ കോണുകൾ ഉണ്ടാക്കുന്നു അല്ലെ. ഇപ്പൊ ഇത് രണ്ട് വരകളാണ്, ഈ ബിന്ദുവിലാണ് കൂട്ടിമുട്ടിയത്, ഈ പോയിന്റിൽ കൂട്ടിമുട്ടി, ഒരുപാട് കോണുകൾ ഉണ്ടാവുന്നുണ്ട് ഇല്ലേ. നമുക്ക് അതുപോലെ തന്നെ നോക്കൂ, ഇങ്ങനെ കോണുകൾ ഉണ്ടാവുന്നു എന്ന് വിചാരിക്കുക. ഇവിടെയും ഒരു വര, നമ്മളിതൊക്കെ നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലത്തെ കോണുകളൊക്കെ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് ഇക്കൊല്ലം തന്നെ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതില് ഈ കോണിന്റെ മൊത്തം അളവ് തന്നിരിക്കുന്നു. ഇപ്പൊ കോണിന്റെ പേരൊക്കെ എഴുതാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടെ വലിയ പിക്ചർ വരയ്ക്കാം, കാണുന്നുണ്ടാവില്ല അല്ലെ. പിക്ചർ കുറച്ചും കൂടെ വലുപ്പത്തിൽ വരയ്ക്കാം കേട്ടോ. ഇതിങ്ങനെ, ഇതിൽ എത്ര കോണുകളുണ്ട്? ഒരു വലിയ കോണുണ്ട്. അതിന് ഈ നടുവിലത്തെ വര ഉപയോഗിച്ചിട്ട് രണ്ടെണ്ണാക്കി തുല്യമായിട്ട് ഭാഗിച്ചു എന്ന് പറയാൻ പറ്റില്ല, രണ്ടെണ്ണാക്കിയിട്ട് ഭാഗിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ കോണിന് ടീച്ചർ പേരിടുകയാണ് കേട്ടോ. ABCD എന്ന് പറഞ്ഞിട്ട് പേരിടുകയാണ്. അപ്പൊ ഇതില് കോണുകളുടെ പേരൊക്കെ എഴുതാറിയാം. കോൺ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? സിംബോളിക് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഇതിൽ രണ്ട് കോണുകൾ ഏതൊക്കെയാണ്? പേര് പറയൂ. അതായത് ഈ ജോയിനിങ് പോയിന്റിൽ നമ്മൾ എന്ത് അക്ഷരമാണോ കൊടുത്തിരിക്കുന്നത് അതാണ് കോണുകളുടെ പേര് പറയുമ്പോൾ നടുവിൽ എഴുതുക അല്ലെ. അപ്പൊ അതെങ്ങനെയാണ്? 3 അക്ഷരം വെച്ചിട്ടാണ് കോണുകൾ. ഒരക്ഷരം വെച്ചിട്ടൊക്കെ പറയാം, പക്ഷെ ഇവിടെ എൻഡിലും നമ്മൾ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആൽഫബറ്റ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് 3 ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട്, അതായത് ABD അല്ലെങ്കിൽ DBC, ABC എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ ആംഗിളുകളാണ് ഇവിടെ ഉള്ളത്? ആംഗിൾ ABD ഒരു ആംഗിൾ ഉണ്ട്, ആംഗിൾ DBC, അതുപോലെ ആംഗിൾ ABC എന്നൊക്കെ പറഞ്ഞിട്ട് 3 ആംഗിളുകൾ ഉണ്ട്. എന്താണ്? ABD. അതിന് തന്നെ എങ്ങനെ പറയാം? DBA എന്ന് പറഞ്ഞാലും വിരോധമില്ല. എന്റെ കണ്ടീഷൻ ഉള്ളൂ, ഈ ജോയിനിങ് പോയിന്റ് അതിൽ കൊടുത്തിരിക്കുന്ന അക്ഷരം നടുവിൽ വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ആംഗിൾ ABD, ആംഗിൾ DBC ഓർ CBD, ABC ഓർ CBA, അങ്ങനെ 3 ആംഗിളുകളാണ് ഉള്ളത്. അപ്പോ ഈ ആംഗിളും ഈ ആംഗിളും കൂടി ചേർന്നതല്ലേ ഈ വലിയ ആംഗിൾ എന്ന് പറയുന്നത് അല്ലെ. ഇതിന്റെയും തുകയാവില്ലേ ഈ വലിയ ആംഗിൾ എന്ന് പറയുന്നത്? അതൊക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. അതായത് ഞാനിപ്പോ പറയാണ് കേട്ടോ, ആംഗിൾ ABD എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണെന്ന് വിചാരിക്കൂ. ആംഗിൾ ABD ഇത് 40 ഡിഗ്രിയാണ്. അതുപോലെ ആംഗിൾ DBC എന്ന് പറയുന്നത് ഒരു 45 ഡിഗ്രി ആണെന്ന് വിചാരിക്കും. ആംഗിൾ DBC എന്ന് പറയുന്നത് ഇവിടെ 45 ഡിഗ്രി ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ആംഗിൾ ABCയുടെ അളവ് എത്ര? അതായത് ഈ ചെറിയ ആംഗിള് 40 ഡിഗ്രി, ഈ ആംഗിള് 45 ഡിഗ്രി ആണെങ്കിൽ ഈ വലിയ ആംഗിൾ എത്ര എന്നാണ് ചോദ്യം. അതെങ്ങനെയാണ് പറയാ? നമ്മള് ഇതും കൂടി കൂട്ടിയതാവില്ല എന്തായാലും ആംഗിൾ ABC. ഈ ABDയുടെ അളവും ഈ DBCയുടെ അളവും കൂടി കൂട്ടിയതല്ലേ നമുക്ക് എന്ത് കിട്ടുക? ഈ വലിയ ആംഗിൾ കിട്ടുക. അതായത് ABCയുടെ അളവ് എങ്ങനെയാ കിട്ടുക? 40 ഡിഗ്രിയും 45 ഡിഗ്രിയും കൂടി കൂട്ടിയാൽ കിട്ടുന്ന 85 ഡിഗ്രി ആയിരിക്കും എന്തിന്റെ അളവ്? ആംഗിൾ ABCയുടെ അളവ്. മനസ്സിലാവണട്ടാ ഇല്ലേ? ആംഗിൾ ABCയുടെ അളവ് എന്ന് പറയുന്നത് ഈ ABDയുടെ കോണിന്റെ അളവിനെയും ഈ DBCയുടെ കോണിന്റെ അളവും തമ്മിൽ കൂടി ചേർന്നതാണ് ഈ വലിയ ആംഗിളായ ABC. ഓക്കെ, രണ്ടും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ 85 ഡിഗ്രിയാണ് ഇത് എന്ന് വിചാരിക്കണം. അല്ല, ഇനി വേറെ രീതിയിൽ തരാൻ പോവാട്ടാ. എന്ത്? ഞാൻ ആംഗിൾ ABC വലിയ കോണിന്റെ അളവ് ഞാൻ ഒരു 80 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ എന്ന് വിചാരിക്കും. ABCയുടെ അളവ് 85 ഡിഗ്രിയാണ്, അത് തന്നിട്ടുണ്ട് 85 ഡിഗ്രി. അതുപോലെ തന്നെ
ഇതില് ചെറിയ ഒരെണ്ണത്തിന്റെ കൂടി അളവ് തന്നത് ഏത്? എ ബി ഡിയുടെ അളവ് 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. എ ബി ഡിയുടെ അളവ് 40 ഡിഗ്രി തന്നാൽ ഈ ഡി ബി സി എത്ര എന്നാണ് ചോദ്യം. ഡി ബി സി, ഈ കോണിന്റെ അളവ് എത്ര? ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കുക. മൊത്തമുള്ളതിന്റെ അളവ് തന്നിരിക്കുന്നു, അതിലെ തന്നെ ഒരു ചെറിയ കോണിന്റെ അളവും തന്നാൽ മറ്റേ കോണിന്റെ അളവ് എത്ര എന്നുള്ളത് എങ്ങനെയാ കാണുക? ഈ കോണിന്റെ അളവ് കണ്ടു ചിത്രത്തിൽ നോക്കൂ. ഈ കോണിന്റെ അളവ് എത്ര എന്നാണ് ചോദ്യം. എങ്ങനെയാ കാണുക? മൊത്തമുള്ള കോണിന്റെ അളവിൽ നിന്ന് തന്നിരിക്കുന്ന ഈ ചെറിയ ഭാഗം, ചെറിയ കോണിന്റെ അളവ് എന്ത് ചെയ്താൽ, സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ കോണിന്റെ അളവ് കിട്ടും അല്ലെ? അതായത് ഇത് 80 ഡിഗ്രി എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ കോണിന്റെ അളവ് എങ്ങനെ കിട്ടുക? മൊത്തമുള്ള അളവിൽ നിന്ന് തന്നിരിക്കുന്ന ചെറിയ കോണിന്റെ അളവ് കുറച്ചാൽ എത്ര കിട്ടി? 40 ഡിഗ്രി എന്നുള്ളത് കിട്ടും. കിട്ടില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇത് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇതേപോലെ ഇങ്ങനെ കുറേ കണക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട് നമുക്ക് ടെക്സ്റ്റിൽ. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം. പ്രൊട്രാക്ടർ ആണെന്നില്ല, നമ്മളുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടായാലും ഇങ്ങനെ ഒരു കോണ വരച്ചു. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടും വരച്ചു, ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടും വരച്ചു. വരയ്ക്കാലോ നമുക്ക്. അങ്ങനെ വരച്ചപ്പോ ദേ ഇങ്ങനെ ഒരു ഇതാണ് കിട്ടിയത്. ഇവിടെയും കോണുണ്ട്, ഒരു വരയെ വേറെ ഒരു വര കൂട്ടി മുട്ടിയത് ഇവിടെ ഈ പോയിന്റ്. അപ്പൊ ഇവിടെയും ഒരു കോണുണ്ട്, ഇവിടെയും ഉണ്ട് ഒരു കോൺ. ആ കോണുകൾ എത്രയായിരിക്കും? ഇതിപ്പോ സ്ട്രൈറ്റ് ആയിട്ടാണ് നമ്മൾ വരച്ചേക്കുന്നത്. അതായത് സെറ്റ് സ്ക്വയറിന്റെ ടീച്ചർ തോക്കട്ടെ. സെറ്റ് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു? സെറ്റ് സ്ക്വയർ കാണാനില്ല. സെറ്റ് സ്ക്വയർ ദാ ഇങ്ങനെ വെച്ചിട്ട് ലംബ വശങ്ങൾ വെച്ചിട്ട് ദാ ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വരച്ചു എന്ന് വിചാരിക്കും. അപ്പോ ഈ കോണിന്റെ അളവും 90 ഡിഗ്രി ആയിരിക്കും, അതുപോലെ ഈ കോണിന്റെ അളവും 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? അപ്പൊ ഇത് മൊത്തം എത്രയാണ്? ഇത് മൊത്തം കോണളവ് എത്രയാ വരിക? 90ഉം 90ഉം കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് വരിക അല്ലെ? രണ്ട് കോണുകൾ ഉണ്ട്. ഈ ഭാഗത്ത് 90 ഡിഗ്രിയാണ്, ഇവിടെയും 90 ഡിഗ്രി ആണെങ്കിൽ രണ്ട് കോണുകളും ആംഗിൾസും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി, 180 ഡിഗ്രി ആയിരിക്കും അല്ലെ? നമ്മുടെ പ്രൊട്രാക്ടറിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? പ്രൊട്രാക്ടറിൽ 0 തുടങ്ങിയിട്ട് അത് മൊത്തം കഴിയുമ്പോൾ എത്രയാ വരണേ? 180 ഡിഗ്രി തന്നെയല്ലേ വരണേ? അപ്പൊ അതേപോലെ നമ്മൾ ആ ലെസണിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ആംഗിൾ വരയ്ക്കാനായിട്ട് ഫസ്റ്റ് ലെസണിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിലും ഇതുപോലെ 180 ഡിഗ്രി തന്നെയാണ് വരണം മൊത്തം, ആണല്ലോ? യെസ്. അപ്പോ ടീച്ചർ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, ഇതേപോലെ ഒരു ലൈനിനെ വേറൊരു ലൈൻ ഇപ്പൊ ചെരിഞ്ഞോട്ടെ വളഞ്ഞോട്ടെ എന്തോ ആയിക്കോട്ടെ ഇങ്ങനെ കൂട്ടിമുട്ടുകയാണെങ്കിൽ ഈ രണ്ട് കോണിന്റെയും അവയുടെ അളവുകൾ ചിലപ്പോൾ 90 തന്നെ ആവണമെന്നൊന്നുമില്ല. പക്ഷേ ഇതിന്റെ മൊത്തം കോണിന്റെ അളവ് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ പ്രൊട്രാക്ടറിന്റെ ആലോചിച്ചാൽ മതി. അത് ഒരു വശത്തുനിന്ന് വേറൊരു വശം വരെ എത്തുമ്പോൾ അതിന്റെ അളവ് 180 ഡിഗ്രി ആണ് എന്നുള്ളത് പ്രൊട്രാക്ടറിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഒരു വരയെ വേറൊരു വര കൂട്ടിമുട്ടുമ്പോൾ അതിലുണ്ടാകുന്ന മൊത്തം കോണിന്റെ, ഒരു കോണിന്റെ അല്ല കേട്ടോ, മൊത്തം കോണിന്റെ അളവ് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇങ്ങനെ 180 ഡിഗ്രി ആണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്യാനുണ്ട്. അതായത് ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് ഒരു കോണിന്റെ അളവ് ദാ ഇങ്ങനെ 65 ഡിഗ്രി എന്നൊക്കെ തരും. ഈ ഇപ്പുറത്തെ കോണിന്റെ അളവ് എത്ര എന്നുള്ളത് ചോദിക്കും ചിലപ്പോ. അപ്പൊ നമ്മൾക്ക് ഇപ്പുറത്തെ അളവ് എങ്ങനെയാണെന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ ഇതിന്റെ മൊത്തം കോണിന്റെ അളവ് 180 ഡിഗ്രി എന്നുള്ളത് ഓൾറെഡി അറിഞ്ഞിരിക്കണം, അണ്ടർസ്റ്റുഡ് ആവണം. അപ്പൊ 180 ഡിഗ്രി ആണ് എങ്കിൽ അതിൽ നിന്നാണ് നമ്മൾ എന്ത് കുറയ്ക്കേണ്ടത്? ഈ തന്നിരിക്കുന്ന കോണിന്റെ അളവ് എത്രയാണോ അത് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പൊ മൊത്തമുള്ള കോണിന്റെ അളവ് 180 ഡിഗ്രി ആണ്. ആ 180 ഡിഗ്രിയിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന ഈ ചെറിയ കോണിന്റെ അളവായ
65 ഡിഗ്രി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണോ അതായിരിക്കും എന്ത് ഇപ്പുറത്തെ കോണിന്റെ അളവായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? യെസ്. അപ്പൊ അതിന്റെ കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തതിന് ശേഷം ഒരു 2 കാര്യങ്ങളും കൂടി ഈ ലെസണിൽ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ ഈ ലെസൺ കഴിഞ്ഞ് വളരെ എളുപ്പമുള്ള ലെസൺ ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ലെസന്റെ പേര് എഴുതിക്കോളൂ. യൂണിറ്റ് 8 ജോയിനിങ് ആംഗിൾസ്. മലയാളം മീഡിയംകാരെന്ത് കോണുകൾ ചേരുമ്പോൾ എന്നുള്ളത് എഴുതിക്കോളൂ. ഓക്കെ, ഇനി അതിലത്തെ ആംഗിൾസ് കോണുകൾ, ആംഗിൾസ് കോണുകൾ സൈഡ് ഹെഡിങ് എഴുതാം. 2 lines, ഇത് ഫസ്റ്റ് ലെസണിൽ എഴുതിയിട്ടുള്ളതാണ്. 2 lines meeting at a point an angle is formed. 2 വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ കോൺ ഉണ്ടാകുന്നു. എഴുതിക്കൊള്ളൂട്ടോ. കോൺ ഉണ്ടാകുന്നു. 2 വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ കോൺ ഉണ്ടാകുന്നു. നമ്മളുടെ സെറ്റ് സ്ക്വയർ അല്ലെങ്കിൽ മട്ടങ്ങൾ ഉപയോഗിച്ചിട്ട് പല രീതിയിലൊക്കെ കോണുകൾ വരയ്ക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ലെസണിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഒന്ന് വരച്ച് നോക്കി നോക്കുക. നമ്മൾ ഇനി പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ് കേട്ടോ. പേജ് നമ്പർ 125 ആണ് എന്റെ അതായത് ഈ പേജ് നമ്പർ. അതിലെ ആദ്യത്തെ എക്സസൈസ് ഇതാ കണ്ടോ? അതിലെ ആദ്യത്തെ എക്സസൈസ് എടുക്കൂ കേട്ടോ. എഴുതി കഴിഞ്ഞല്ലോ മാച്ചോട്ടെ. 2 lines meeting at a point an angle is formed. ഇനി അതിലെ ഒന്നാമത്തെ ചോദ്യമാണ്. ചോദ്യത്തിന്റെ പിക്ചർ നിങ്ങൾ സ്ഥലം വിട്ടാൽ മതി. എ ബി സി ഡി 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ എ ക്വസ്റ്റ്യൻ ആണ്. അതായത് അതിൽ ആ സെന്റൻസ് എഴുതിയിട്ടുണ്ട്. എന്ത്? ചുവടെയുള്ള ചിത്രങ്ങളിൽ 2 കോണുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ കോൺ തുകയായോ വ്യത്യാസമായോ എഴുതി കണക്കാക്കുക എന്നുള്ളതാണ് മലയാളം മീഡിയത്തിലെ ക്വസ്റ്റ്യൻ. അത് എഴുതണം നോട്ട്ബുക്കിലേക്ക്. അതുപോലെ ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ in each picture below 2 angles are given. Calculate the third angle as a sum or difference. ടീച്ചർ അതിന്റെ ചിത്രം ഏകദേശം ഇങ്ങനെ വരയ്ക്കുന്നു. നിങ്ങളും ചിത്രം വരയ്ക്കണം. അതിപ്പോ വരയ്ക്കണം എന്നില്ല. അതിനുള്ള സ്പേസ് വിട്ടാൽ മതി. പിന്നീട് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വരച്ചാൽ മതി. ഒരെണ്ണത്തിന്റെ അളവ് 40 ഡിഗ്രി, ഒരെണ്ണത്തിന്റെ അളവ് 60 ഡിഗ്രി എന്നും തന്നിരിക്കും. എന്നിട്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ഡി എ ബി എത്രയാണെന്നാണ് ചോദ്യം. ആംഗിൾ ഡി എ ബി എത്രയാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതായത് ഏതാണ്? ഈ വലിയ ആംഗിള് ഇത് 2 ചെറിയ ആംഗിളുകളാക്കിയിട്ട് മാറ്റിയിരിക്കുക. ടീച്ചറുടെ എക്സാമ്പിൾ ആയിട്ട് ഒരു വട്ടം മുമ്പ് പറഞ്ഞു തന്നില്ലേ കുറച്ചു മുമ്പ്? അതേപോലെ ഡി എ ബി എന്നുള്ള വലിയ ആംഗിളിന്റെ മെഷർ എത്രയാണെന്നാണ് ചോദ്യം. അതെങ്ങനെയാണ്? ഈ 2 ചെറിയ ആംഗിളുകൾ കൂട്ടിയാലാണ് ഈ വലിയ ആംഗിൾ കിട്ടുന്നത് അല്ലെ? ഈ വലിയ ആംഗിൾ കിട്ടണമെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളിന്റെയും ഈ 2 കോണുകളുടെയും അളവുകൾ കൂട്ടിയാലാണ് വലിയ കോൺ കിട്ടുന്നത്. അപ്പൊ ആ കോണുകളുടെയൊക്കെ പേര് പറയൂ. ആംഗിൾ ഡി എ സി പ്ലസ് ഡി എ സി പ്ലസ് പിന്നെയോ സി എ ബി അല്ലെങ്കിൽ ബി എ സി എന്ന് പറയാട്ടോ. ആംഗിൾ സി എ ബി ഈക്വൽ ടു. ഇനി അതിന്റെ മെഷറുകൾ തമ്മിൽ കൂട്ടണം. ഇതേ രീതിയിൽ ഏതൊക്കെ ആംഗിളുകളാണോ കൂട്ടുന്നത് അവയുടെ പേര് എഴുതണം. അതൊരു സ്റ്റെപ്പാണ്. അത് എഴുതിയിട്ട് സംഖ്യകൾ കൂട്ടാൻ പാടുള്ളൂ കേട്ടോ.
that is equal to 40 degree plus 60 degree that is equal to എത്ര കിട്ടി 100 degree. അത് നമ്മൾ ചിത്രം വരച്ച് അതിൽ കാണിക്കുകയും വേണം. ഓക്കെ, ഇതേ രീതിയിലാണ് നോട്ട് ബുക്കിൽ കറക്റ്റ് ആയിട്ട് കാണേണ്ടത് കേട്ടോ. വെറുതെ ഇങ്ങനെ വേഗമായിട്ട് ഇങ്ങനെ ചിത്രം വരച്ചാൽ പോരാ. സ്കെയിൽ അളവ് കൃത്യമായിട്ട് എടുക്കണമെന്നില്ല, പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് പോലെ വൃത്തിയായിട്ട് ചിത്രം വരയ്ക്കണം. കറക്റ്റ് 40-ഉം 60-ഉം അളവ് എടുത്തിട്ട് വരയ്ക്കണമെന്നില്ല. ടീച്ചർ ഇപ്പൊ വരച്ചില്ലേ അതേപോലെ വൃത്തിയായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിലും പെൻസിലും ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാൻ. അതിലെ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ങനെ ഒരു ചോദ്യമാണ്. അതിലിതാ ഇങ്ങനെ, ഇതിലും എ ബി സി ഡി 30 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ചെറിയ കോൺ തന്നിട്ടുണ്ട്. ഇപ്പുറത്ത് 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. വലിയ കോണിന്റെ അളവ് തന്നെയാണ് ഇവിടെ കാണേണ്ടത്. അതായത് ആംഗിൾ ഡി എ ബി സി ഈക്വൽ ടു പറഞ്ഞിട്ട് ഡാഷ് പ്ലസ് ഡാഷ്. ഇത് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. വലിയ ആംഗിൾ ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ രണ്ട് ചെറിയ ആംഗിളുകൾ കൂട്ടിയിട്ട് തന്നെയാണ് കാണുക. ഇനി ചിലപ്പോൾ വലിയ ആംഗിളും ഒരു ചെറിയ ആംഗിളും തരും. മറ്റേത് കാണാൻ പറഞ്ഞാലാണ് നമുക്ക് എന്ത് ആവശ്യം വരുന്നത്? സബ്ട്രാക്ഷൻ ആവശ്യം വരുന്നത്. അപ്പൊ ആംഗിൾ ഡി എ ബി ഏതൊക്കെ മുകളിൽ എഴുതിയ പോലെ അതേ അക്ഷരങ്ങൾ തന്നെയാണ്. ആംഗിൾ ഡി എ സി പ്ലസ് ആംഗിൾ സി എ ബി. ഈ രണ്ട് ആംഗിളുകൾ തന്നെയാണ് കൂട്ടേണ്ടത് അല്ലെ. ഡി എ സി പ്ലസ് സി എ ബി ഈ രണ്ട് ആംഗിളുകൾ തന്നെയല്ലേ കൂട്ടുക. അതിന്റെ മെഷേഴ്സ് ഒക്കെ എന്താണ്? 30 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി is equal to 90 ഡിഗ്രി. അപ്പൊ വരയ്ക്കുമ്പോ ഏകദേശം 90 ഡിഗ്രി തന്നെ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. അളവ് ഉപയോഗിച്ചിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് വരച്ചില്ലെങ്കിൽ പോലും നമുക്ക് കണ്ട ഏകദേശം 90 ഡിഗ്രി ആണെന്ന് തോന്നുന്ന വിധത്തിൽ ഒന്ന് വരയ്ക്കണം. ഓക്കെ, അപ്പൊ ബി ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? വാങ്ങിച്ചോട്ടെ. ഇനി എന്താണ് സി ക്വസ്റ്റ്യൻ വരുന്നത്? സി എന്താണ്? ഇങ്ങനെയാണ്, ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ചിട്ട് ഇതിലും അക്ഷരങ്ങൾ ഒന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഈ ചെറിയ ആംഗിള് 30 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. അതുപോലെ മൊത്തമുള്ളതാണ് തന്നേക്കണേ. മൊത്തമുള്ളത് തന്നിട്ട് ചെറുത് തന്നാൽ നമുക്ക് ഉറപ്പാക്കാം എന്താ സബ്ട്രാക്ഷൻ ആണ് വരിക എന്നുള്ളത് അല്ലെ. നമുക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ഡി എ സി ഈക്വൽ ടു എത്ര? ഡി എ സി. അപ്പൊ ഏതിൽ നിന്ന് ഏത് സബ്ട്രാക്ട് ചെയ്യണം എന്നുള്ളത് നമുക്കറിയണം. എന്തിൽ നിന്നാണ്? വലിയ ആംഗിളിൽ നിന്ന് തന്നിരിക്കുന്ന ഈ ചെറിയ ആംഗിൾ അല്ലേ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പൊ വലിയ ആംഗിളിന്റെ പേരെന്താണ്? അത് എഴുതണം. വെറുതെ സംഖ്യകൾ സബ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ആംഗിൾ ഡി എ ബി മൈനസ് അല്ലേ വരിക. പിന്നെ ഏതാ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ആംഗിൾ സി എ ബി. ആംഗിൾ ഡി എ ബിയിൽ നിന്ന് സി എ ബി കുറച്ചാലാണ് ഈ ചെറിയ ആംഗിൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതെന്തൊക്കെയാ മെഷേഴ്സ്? 80 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രി കുറയ്ക്കണം. എത്രയാ കിട്ടുക? 50 ഡിഗ്രി. നമുക്ക് കിട്ടുന്നത് 50 ഡിഗ്രി. അപ്പൊ ഇത് കിട്ടിയത് നമ്മൾ ഇവിടെ എഴുതിട്ടോ, പിക്ചറിൽ എഴുതണേ. അപ്പൊ അതേപോലെ ഈ ചെറിയ ആംഗിളിന്റെ മെഷർ നമുക്ക് എത്ര കിട്ടി? 50 ഡിഗ്രി എന്നുള്ളത് കിട്ടി. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അതില്, അതുകൂടെ ചെയ്യാം നമുക്ക്. ഡി ക്വസ്റ്റ്യൻ ഏതാണ്? വരച്ചോളോ ചിത്രം. എന്താണതാ? ഡി എ ബി സി മൊത്തമുള്ളത് 120 ഡിഗ്രി തന്നിരിക്കുന്നു. ഇത് 120 ഡിഗ്രി ആണ്. അതുപോലെ ഈ ചെറിയ ആംഗിള് 45 ഡിഗ്രി ആണ്. ചെറിയ ആംഗിള് 45 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത്? ഈ ആംഗിൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൊത്തമുള്ള ആംഗിൾ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ സബ്ട്രാക്ഷൻ വരിക അല്ലെ. ആംഗിൾ ഡി എ സി ഈക്വൽ ടു നിങ്ങൾ തന്നെ പറ
പറയണം? DAC എന്നുള്ളത് കാണാൻ എന്ത് ചെയ്യണം? DAB മൊത്തമുള്ള ആംഗിളിൽ നിന്ന് തന്നിരിക്കുന്ന ആംഗിൾ അതിന്റെ പേരെന്താണ്? CAB അല്ലെ? ആംഗിൾ CAB സബ്ട്രാക്ട് ചെയ്യണം. മൊത്തമുള്ള ആംഗിളിന്റെ മെഷർ 120 ഡിഗ്രി ആണ്. അതിൽ നിന്ന് ഈ ചെറിയ മെഷർ 45 ഡിഗ്രി സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എത്രയാണ് കിട്ടുക നോക്കി നോക്കൂ. എത്രയാണ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്? 75 ഡിഗ്രി. 75 ഡിഗ്രി ആണല്ലോ കിട്ടുന്നത്. ഓക്കെ, വരച്ചു കഴിഞ്ഞോ? വരയ്ക്കല് വീട്ടിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് വരച്ചാലും മതി. കാരണം ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ, ഫിഗേഴ്സ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നെക്സ്റ്റ് മാച്ചോട്ടെ, കിട്ടിയല്ലോ. അടുത്തത് ടു സൈഡ്സ്. ഹെഡിങ് എഴുതാം. ടു സൈഡ്സ്, ഇരുവശങ്ങൾ. അതായത് നമ്മൾ പറഞ്ഞത് തന്നെ, ഇപ്പൊ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ആംഗിൾ വരച്ചിട്ടാണ് കണ്ടത്. ഇനി രണ്ട് ഭാഗത്തും ആംഗിൾസ് വന്നാൽ എങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക? രണ്ട് ഭാഗത്തും കോണുകൾ വന്നു എന്നുണ്ടെങ്കിൽ അതിലെങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക? അതായത് നമ്മൾ നോക്കൂ, എങ്ങനെ ചെയ്യാൻ സാധിക്കും നമുക്ക്? രണ്ട് കോണുകളും വന്നാൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നോക്കണേ കേട്ടാ. രണ്ട് വശത്തും കോണുകൾ വരണമെന്ന് വിചാരിക്കും. രണ്ട് ഭാഗത്തും കോണുകൾ വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെ ടീച്ചറെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വശത്തും ഈ വശത്തും നമ്മൾ ഒരു ഭാഗത്ത് മാത്രം, ഈ വശം ഇല്ലാതെ ഒരു ഭാഗത്ത് മാത്രം ചെയ്തിട്ടാണ് തൊട്ട് മുമ്പത്തെ കണക്കുകളൊക്കെ ചെയ്തത്. ഇനി രണ്ട് ഭാഗത്തും കോണുകൾ വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് നമ്മൾ പറഞ്ഞു ഇതിന്റെ മൊത്തം കോണിന്റെ അളവ് 180 ഡിഗ്രി ആയിരിക്കും. അതിൽ ഒരു ഭാഗം തന്നാൽ മറ്റേ ഭാഗം കാണാനായിട്ട് ആ മൊത്തമുള്ളതിൽ നിന്ന് തന്നിരിക്കുന്ന അളവ് കുറയ്ക്കുകയാണ് വേണ്ടത്. ആ മൊത്തമുള്ള അളവ് 180 എന്നുള്ളത് ചിത്രത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ആ മൊത്തമുള്ള 180 ഡിഗ്രി എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എടുത്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് അപ്പപ്പോ ചെയ്ത് പഠിക്കുകയും വേണം കേട്ടോ. ഓക്കെ, താങ്ക് യു.